അതിനൊന്നും ചെയ്യണ്ട, അതവിടെ ഇരിക്കട്ടെ. അങ്ങോട്ട് ഉപദ്രവിച്ചാൽ തിരിച്ചു ഉപദ്രവിക്കും. അത് നീ മിണ്ടല്ലേ, എന്റെ ഇനി ഏറ്റവും വലിയ ശത്രു തേനീച്ചയാണ്. നീ മിണ്ടി പോരുത്. അച്ഛാ, ഒരു കണക്കിന് പറഞ്ഞാൽ അവറ്റകളും പാവങ്ങളല്ലേ അച്ഛാ. അവരും ഭൂമിയുടെ അവകാശമല്ലേ. നമ്മൾ അതൊരു വിശാല മനസ്സോടെ കണ്ട ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുമ്പോഴാണോ തിരിച്ചിങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നത് അവര്. അയ്യോ കവി മിണ്ടാതി, കവിത വിളമ്പല്ലേ കേട്ടാ. അവൾ എന്ത് ചെയ്യാനോ, നീ എന്ത് ചെയ്യണം? മിണ്ടാതിരുന്നോട്ടാ, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. തേനീച്ച നിന്റെ അമ്മയുടെ മക്കളാണ്. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ തല തേനീച്ച കൂട്ടിക്കൊണ്ട് മുക്കി വെക്കണം. ഞാൻ എന്റെ അഭിപ്രായം പിൻവലിച്ചു. അതാ നല്ലത്. വാ തുറക്കാണ്ടിരുന്ന അതിനേക്കാൾ നല്ലതാ. നമുക്ക് നവാസിനെ അറിയിച്ചാലോ? അച്ഛാ, നമുക്ക് എല്ലാവരും വിളിച്ചു വരുത്താം. നമ്മൾ ചക്കര പൂപ്പിലെ രമേന്റെയും എല്ലാവരും വിളിച്ചു വരുത്താം. ഇവിടെ എന്ത് കല്യാണം നടക്കാൻ പോണം? നിന്റെ അഭിപ്രായം പറ, എന്താണ് ചെയ്യേണ്ടത് പറ. എന്റെ അഭിപ്രായം നമുക്ക് വീടിന് പുറത്തിറങ്ങണ്ട, ഇവിടെ തന്നെ ഇരിക്കാം. അത് ഞാൻ മരിക്കണം. അച്ഛാ, നിസ്സാരമായിട്ടുള്ള തേനീച്ചയുടെ മുന്നിൽ നമ്മൾ തോറ്റു പോകും. എന്റെ പൊന്നു മക്കളെ, ബാലേന്ദ്രൻ തമ്പി അങ്ങനെ തോക്കൂല. എന്താ പറഞ്ഞു, ഞാൻ വഴി കണ്ടുവച്ചിട്ടുണ്ട്. വേണ്ട പരിപാടി ഒന്നും ചെയ്യണ്ട, വിടാൻ പറഞ്ഞില്ലേ. ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കൂട്ടുവേണം. അച്ഛാ, പെട്ടെന്ന് പറഞ്ഞേ. പിന്നെ പറഞ്ഞോളെ അമ്മേ, അച്ഛൻ ഇനി ആ തേനീച്ചകളുടെ ഒരു വയ്യാക്കാതെ അച്ഛൻ ഉറക്കം വരില്ല. ഇവിടെ ആർക്കും ഉറങ്ങാനും പറ്റൂല.